ഇതെൻ്റെ മാത്രം അഭിപ്രായമാണ്, ചിലപ്പോൾ ശരിയായിരിക്കാം തെറ്റായിരിക്കാം. ഡോക്ടർമാരെ കുറിച്ചാണ് പറയുന്നത്. അതായത് രോഗനിർണയം നടത്താനായിട്ട് കുറച്ച് പ്രയാസമുള്ള രണ്ട് വിഭാഗത്തിലുള്ള ഡോക്ടർമാരായിട്ട് എനിക്ക് തോന്നുന്നത്, ഒന്ന് കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും, രണ്ട് മൃഗങ്ങളെ ചികിത്സിക്കുന്ന വെറ്റിനറി ഡോക്ടർമാരുമാണ് രോഗനിർണയം നടത്താൻ കുറച്ച് പ്രയാസപ്പെടുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഇവരുടെ പേഷ്യൻസിന് സംസാരിക്കാൻ കഴിയില്ല, താങ്കൾക്ക് എന്താണ് പ്രശ്നം എന്ന് അങ്ങോട്ട് പറയാൻ സാധിക്കില്ല. അതേസമയം നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും വേദനയോ മറ്റോ ഉണ്ടെങ്കിൽ ഇന്ന സ്ഥലത്ത് ഇന്ന പോലെ വേദനയുണ്ട്, ഇന്ന അസ്വസ്ഥതകളാണ് എനിക്കുള്ളതെന്ന് നമുക്ക് അങ്ങോട്ട് പറയാൻ സാധിക്കും. കുട്ടികളെ സംബന്ധിച്ച് അത് പറയാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ വെറ്റിനറി ഡോക്ടർമാരെ സംബന്ധിച്ചും അവരുടെ രോഗികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷിമൃഗാദികളാണല്ലോ, ഇവർക്കും അതുപോലെ തന്നെ അങ്ങോട്ട് പറയാൻ സാധിക്കത്തില്ല. എനിക്ക് ഇന്ന പോലെ വേദനയാണ്, എനിക്ക് ഇന്ന പ്രയാസങ്ങളുണ്ടെന്ന് അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. അപ്പോൾ അവർ അല്ലാത്ത രീതിയിൽ വേണം ഇത് കണ്ടെത്താനായിട്ട്, ബ്ലഡ് ടെസ്റ്റിലൂടെയും മറ്റുമൊക്കെ. പിന്നെ ഈ പറഞ്ഞ പോലെ അവർക്ക് അങ്ങോട്ട് പറയാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപകാരമല്ലേ. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ബ്ലഡ് ടെസ്റ്റൊക്കെ നോക്കിയാണ് ഇവർ രോഗനിർണയം മറ്റുമൊക്കെ നടത്തുന്നത്, സ്കാനിങ്ങും ഒക്കെ. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ പ്രയാസം നമുക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പറയാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ എളുപ്പമല്ലേ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ കുട്ടികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരും വെറ്റിനറി ഡോക്ടർമാർക്കും കുറച്ച് പ്രയാസമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയത്തില്ല, എൻ്റെ മാത്രം അഭിപ്രായമാണ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, മറ്റ് ഡോക്ടർമാരെ ഞാൻ വില കുറച്ച് കാണുന്ന ഒന്നുമല്ല. എനിക്കോ നാളെ എന്തെങ്കിലും അസുഖം വന്നാൽ ഇവരൊക്കെ തന്നെ വേണം നോക്കാനായിട്ടൊക്കെ. അതുകൊണ്ട് അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം. അതായത് കഴിഞ്ഞ ദിവസം ഒരു വെറ്റിനറി കോളേജിൽ ഒരാൾ ഒരു തെരുവ് നായയ്ക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ആകെപ്പാടെ പ്രശ്നമായി. പറഞ്ഞാൽ അയാൾ എന്തോ കൊലപാതകം ചെയ്ത പോലെയാണ് പോലീസ് അയാളോട് പെരുമാറുകയും അയാളെ വലിച്ചുകൊണ്ട് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയതൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കുന്നേ, ഒരു വെറ്റിനറി ഡോക്ടർ ആകാനായിട്ട് വേണ്ട ഏറ്റവും മികച്ച യോഗ്യത, ഏറ്റവും വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ എന്താണ്? സഹജീവി സ്നേഹമല്ല വേണ്ടത്. അല്ലാതെ കണ്ട് MBBS കിട്ടിയില്ല, അതുകൊണ്ട് എന്നാൽ പിന്നെ ഒരു വെറ്റിനറി ഡോക്ടർ ആയിക്കളഞ്ഞാക്കാം, നമുക്ക് കാശ് കിട്ടിയാൽ പോരെ എന്നൊരു മനോഭാവത്തിൽ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഒരു വെറ്റിനറി ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഉറപ്പായിട്ട് സഹജീവി സ്നേഹം വേണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, ഒരു വെറ്റിനറി കോളേജിൽ ഒരു വിദ്യാർത്ഥിനെ റാഗിങ്ങിൻ്റെ പേരിൽ അടിച്ച് കൊന്നത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അതുപോലെ ഉപദ്രവിച്ചാണ് അയാളെ കൊന്നത്. അന്നും ഞാൻ ചിന്തിച്ചൊരു കാര്യമാണ്, ഇവനൊക്കെ ഈ ഒരു മനുഷ്യനോട് ഇങ്ങനെ പെരുമാറുന്നുണ്ടെങ്കിൽ നാളെ ഇവരെങ്ങനെ ഒരു മൃഗത്തിനെ ചികിത്സിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ചില ആൾക്കാരുണ്ട്, അതായത് കാശിന് വേണ്ടി മാത്രം. അപ്പോൾ കാശിന് വേണ്ടി പോകുന്നവരുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഒരു കത്രി അകത്ത് വെച്ച് തുന്നി വിട്ടു. അപ്പോൾ തിരിച്ച് സംസാരിക്കാൻ പോലും സാധിക്കാത്ത മിണ്ടാപ്രാണികളെ ചികിത്സിക്കുന്നവന് അവൻ എത്രയോ കരുണയുള്ളവനാണെങ്കിൽ മാത്രമേ ഉള്ളൂ അവരെ കറക്റ്റായിട്ട് ചികിത്സിക്കത്തുള്ളൂ. അല്ലാതെ കണ്ട് ഒരു സർജറിക്കോ മറ്റോ ഇതുങ്ങളെ കയറ്റി കഴിഞ്ഞാൽ അവന് തോന്നിയ സമയം കാണിച്ചു വെക്കും, എന്നെ ഒരു മൃഗമല്ലേ ചത്തുപോയ ഇത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ അവനൊരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു മനുഷ്യൻ അവിടെ തെരുവ് നായയ്ക്ക് ഫുഡ് കൊടുക്കുന്നു. അപ്പോൾ അവൻ ചികിത്സിക്കാൻ പോകുന്ന ആൾക്കാരാണ്, ആ പേഷ്യൻസ് ആയിട്ട് നാളെ വരേണ്ട ആൾക്കാരാണ് ഈ കണ്ട തെരുവ് നായകളും എല്ലാം, അല്ലേ? അപ്പോൾ ആ ജീവിയുടെ വിശപ്പ് മനസ്സിലാക്കാൻ അവന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനൊരു വെറ്റിനറി ഡോക്ടറായിട്ട് എന്ത് പ്രയോജനമായിട്ട് പൊന്നു സുഹൃത്തുക്കളെ ഒന്ന് ആലോചിച്ച് നോക്കി. നമുക്ക് മറ്റ് മനുഷ്യന്മാരെ നമുക്ക് വിടാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തെരുവുനായ അല്ലെങ്കിൽ മറ്റ് മൃഗങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ മനുഷ്യൻ മാത്രമാണ് ഈ ഭൂമിയിലുള്ളതെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല, ഒരു പീഡനം ഉണ്ടാകത്തില്ല, ഒരു കൊലപാതകം ഉണ്ടാകത്തില്ല, കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കത്തില്ല, കാമുകൻ്റെ ഒപ്പം പോകാനായിട്ട് മകളെ കൊല്ലത്തില്ല, ഭർത്താവിനെ കൊല്ലത്തില്ല, ഭാര്യയെ കൊല്ലത്തില്ല, നല്ല സൂപ്പർ ലോകമായിരിക്കും എന്ന് വിചാരിക്കുന്നവരാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിനുള്ള വിവരമുള്ളൂ, അത് വിട്ടേക്കാം. പക്ഷേ ഒരു വെറ്റിനറി ഡോക്ടർ ആകുമ്പോഴത്തേക്കും അവൻ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അവന് സഹജീവി സ്നേഹം വേണം. ഇല്ലെങ്കിൽ അവന് ഡോക്ടറാകാൻ യാതൊരു യോഗമില്ല. അവനെന്ന് ഞാൻ പറയുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്, അവനെ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, അവളുമാരെ എല്ലാവരും കൂട്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സഹജീവി സ്നേഹം ഇല്ലാത്തവർ ഈ പണിക്ക് പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ശരിക്കും പറയുവാണെങ്കിൽ സഹജീവി സ്നേഹം അളന്ന് നോക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അളന്ന് നോക്കിയിട്ട് ഇവർക്കൊക്കെ അഡ്മിഷൻ കൊടുക്കാവുള്ളതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ കണ്ട് ഇവരൊക്കെ ഈ കാശിന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഈ മൃഗങ്ങളെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി തിരിച്ചിട്ട് എന്ത് കാര്യം ആലോചിച്ച് നോക്കിയേ. ഇതിനകത്ത് ഏറ്റവും വലിയ തമാശ എന്നാണെന്നറിയോ, അവിടെ ആ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി വന്നത് ഒരു മനുഷ്യൻ, ഇപ്പോൾ അവിടെ നിരാഹാരം കിടക്കുന്നതും ആ മനുഷ്യൻ 2 ദിവസത്തോളമായിട്ട് അവിടെ നിരാഹാരമായിട്ട് കിടക്കുന്നത്. ഇനി മനുഷ്യസ്നേഹം മാത്രമാണെന്നുണ്ടെങ്കിൽ അയാളെങ്കിലും പോയി നോക്കണേ. ഒന്നുമല്ലല്ലോ, നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു ജീവിയല്ലേ ആ കിടക്കുന്നത്, അതുപോലും നോക്കുന്നില്ല. അങ്ങനെയുള്ളവരാണ് നാളെ പഠിച്ച് മിടുക്കന്മാരായിട്ട് വെറ്റിനറി ഡോക്ടർമാരായിട്ട് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ പോകുന്നത്. എന്തൊരു വിരോധാഭാസം! ഈ സഹജീവി സ്നേഹം കാണിക്കുന്നവരുടെ പോസ്റ്റിൻ്റെ അടിയിൽ അല്ല പോട്ടെ, തെരുവ് നായകളെ അതുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവരുടെ അടിയിൽ വരുന്ന ഒരു സ്ഥിരം കമൻറ്റാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോയുടെ അടിയിലും മിക്കവാറും വരാൻ സാധ്യതയുള്ളൊരു കമൻറ്റാണ്. അപ്പോൾ അതിനാദ്യം തന്നെ അങ്ങ് മറുപടി പറഞ്ഞേക്കാം. ആ കമൻറ്റ് ഇങ്ങനെയാണ്: അത്ര മൃഗസ്നേഹമുള്ള മനുഷ്യജന്തുക്കൾ ഈ മൃഗങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് വളർത്തുക, അല്ലാതെ പട്ടിഷോ കാണിച്ച് ഫുഡ് കൊടുത്ത് മൃഗസ്നേഹം കാണിക്കുന്നവരെ തൂക്കിയെടുത്ത് അകത്തിടുക തന്നെ വേണം. ഇവനൊക്കെ മൃഗത്തിന് മാത്രമേ ഫുഡ് കൊടുക്കാൻ പറ്റൂ. ഒരു നേരത്തെ ഭക്ഷണത്തിന് കൈ നീട്ടുന്ന കുറേ പേരെ ചുറ്റുപാടും കാണാം. ആദ്യം അവർക്ക് കൊടുക്കുക, അല്ലാതെ സീൻ ഉണ്ടാക്കാൻ നോക്കല്ലേ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കൈ നീട്ടുന്ന ആൾക്കാരുണ്ടെന്നാണ് ഈ അളിയൻ പറയുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നായകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരുണ്ട്, ഓക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവർ തന്നെ ഇതുപോലെ മനുഷ്യന്മാർക്ക് കൈ നീട്ടുന്ന ആൾക്കാർക്ക് ആഹാരം കൊടുക്കണം എന്ന നിർബന്ധം ഈ പറയുന്ന ആൾക്കാർക്ക് ചെയ്താൽ പോരെ, പ്രശ്നം തീർന്നില്ലേ? അപ്പോൾ ഞാൻ ആലോചിക്കുന്നത്, എന്തുമാത്രം മനുഷ്യസ്നേഹികളാണ് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലെ ഇങ്ങനെയുള്ള പോസ്റ്റിൻ്റെ അടിയിലേ ഇഷ്ടം പോലെ മനുഷ്യസ്നേഹികളാണ്. ഭക്ഷണം കൊടുക്ക്, അതായത് പട്ടിക്ക് ഭക്ഷണം കൊടുക്കുന്നവരെ കണ്ടു കഴിഞ്ഞാൽ നിനക്കൊക്കെ എന്നെ മനുഷ്യന് ഭക്ഷണം കൊടുത്താടാന്ന് ചോദിക്കും. ഇവരൊക്കെ എന്താ ചെയ്യുന്നത്? ഒരു മാങ്ങാത്തലും ചെയ്യുന്നില്ല, ഒന്നുമില്ലെങ്കിലും അവരുടെ കർമ്മം അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം നിങ്ങളൊന്ന് ആലോചിക്കുക, ഇത്രയോ മനുഷ്യസ്നേഹികളുണ്ടായിട്ട് പിന്നെ എങ്ങനെയാണ് മനുഷ്യനിവിടെ പട്ടിണി കിടക്കുന്നത്?
ഒരു കയറി കിടക്കാൻ ഒരു കുടിൽ പോലും ഇല്ലാത്ത, അല്ലെങ്കിൽ മരുന്ന് മേടിക്കാൻ പോലും പൈസ ഇല്ലാത്ത, ഭക്ഷണം മേടിക്കാൻ പൈസ ഇല്ലാത്ത എത്രയോ മനുഷ്യർ ഇവിടെയുണ്ട്. കോടിക്കണക്കിന് മനുഷ്യസ്നേഹികളാണ് ഇവിടെ ഉള്ളത്. അതായത് ഈ പട്ടിണി കിടക്കുന്ന ആൾക്കാരുടെയും ഈ കോടിക്കണക്കിന് മനുഷ്യസ്നേഹികളെയും വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ, അതായത് ഒരു അനുപാതം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു പട്ടിണി കിടക്കുന്ന വ്യക്തിക്ക് ഒരു 100 മനുഷ്യസ്നേഹികൾ വെച്ച് ഉണ്ട്, അനുപാതം വെച്ച് നോക്കുമ്പോൾ. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ ഒരാൾ ഒരു 10,000-2,000 രൂപ വെച്ചിട്ടാൽ മതിയല്ലോ ഇവരുടെ പട്ടിണി മാറാണ്ട്. അത് ചെയ്യത്തില്ല. അതായത് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യസ്നേഹികൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് മനുഷ്യൻ ഇവിടെ പട്ടിണി കിടക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ കൊടുത്തോട്ടേ. നിങ്ങൾ ഇത്രയും പേരില്ലേ, നിങ്ങൾ ഈ ഫേസ്ബുക്കിൽ കമൻറ്റ് ഇടാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നോക്ക്. കുറച്ച് പേര് മാത്രം ഏതാണ്ടൊക്കെ ചെയ്യുന്നുണ്ട് മനുഷ്യസ്നേഹികളായിട്ടുള്ള. അല്ലാത്തവരെല്ലാം ഫേസ്ബുക്കിൽ കിടന്ന് പട്ടിസ്നേഹികളെയും അല്ലാത്ത സ്നേഹികളെയും സഹജീവി സ്നേഹം കാണുന്നവരെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മനുഷ്യന് കൊടുക്കണേ, നിങ്ങൾ മനുഷ്യനോട് നിങ്ങൾക്ക് അങ്ങോട്ട് കൊടുത്താൽ പറ്റും. ഇവരോട് പറയുന്നത് എന്തിനാ? ഇത്ര മനുഷ്യസ്നേഹികളുണ്ടായിട്ട് മനുഷ്യൻ പട്ടിണി കിടക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, ആദിവാസികളായിട്ടുള്ള ആ കാടിനുള്ളിലൊക്കെ എന്തുമാത്രം ആൾക്കാരാണ്. പഠിക്കാൻ പോലും നിവൃത്തിയില്ലാത്ത എത്രയോ പിള്ളേരുണ്ട്. നിങ്ങൾക്ക് ഇത്രയും കോടിക്കണക്കിന് മനുഷ്യസ്നേഹികളുണ്ടായിട്ടും ഇവരൊക്കെ ഇങ്ങനെ ആയി പോകാമെന്ന് പറഞ്ഞാൽ അത് കഷ്ടം കേട്ടോ, കഷ്ടം തന്നെയാണ്.